നമസ്കാരം. വീണ്ടും മണി പീച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറയാം. മധുരയിൽ ഞങ്ങൾ പോയ സമയത്തിൽ 42 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചില ചോദ്യങ്ങൾ ഇന്ന് എന്ത് നടക്കുന്നു എന്ന് നോക്കിയിട്ട് ഉണ്ട്. എല്ലാത്തെയും ചേർത്ത് ഇവിടെ നമുക്ക് നോക്കാം. ഇന്ന് കുറച്ച് ചോദ്യം, നാളെയും കുറച്ച് ചോദ്യങ്ങളുണ്ട്. സർ, ചോദ്യങ്ങൾ മാത്രമല്ലാതെ ഒരുപാട് പേഴ്സണൽ ഫിനാൻസ് ചോദ്യങ്ങളുമുണ്ട്. അതിന്റെ ഒപ്പം കുറച്ച് സ്റ്റോക്കും ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നോക്കാം സർ. അതിന്റെ മുമ്പേ നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം സർ. ആദ്യം ഒരു സ്റ്റോക്കിന് ഡിവിഡൻഡിന് വേണ്ടി ഞാൻ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ബജാജ് ഓട്ടോ സർ ഒരു ഷെയറിന് 210 രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇതുപോലത്തെ ഷെയർസിന് ലോങ് ടേമിൽ ഞാൻ കൺസിഡർ ചെയ്യാമോ? ഇല്ല, ഡിവിഡൻഡിന് വേണ്ടി ഒരു ഷെയറിനെ കൺസിഡർ ചെയ്യരുത്. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു ബോണസാണ്. ഇപ്പോൾ വന്നിട്ട് ബെൽഷെ ബാക്സ്റ്റേർ വന്നിട്ട് ഡിവിഡൻഡായി കൊടുക്കുന്നതില്ല. ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനി. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ആ വർഷത്തിൽ വരുന്ന ലാഭത്തിന് ഒരു പോർഷന് വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്. അതിനെ വെച്ച് നിങ്ങൾ ഷെയർ വാങ്ങിയെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് യു ആർ ലുക്കിംഗ് ഇൻ റിട്ടേൺ ഫോർ ദി കമ്പനി ഫ്രം ദി കമ്പനി. അതായത് ക്യാപിറ്റൽ റിട്ടേൺ. ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് തിരികെ വേണമെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഇല്ലെങ്കിൽ ബോണ്ടോ തന്നെ ഇടണം. ബിക്കോസ് കമ്പനി എല്ലാ കാശിനെയും ഡിവിഡൻഡായി കൊടുത്തുവെങ്കിൽ ആ വാല്യൂ ക്രിയേറ്റ് ആകത്തില്ല. എമൗണ്ട് ഇസ് ഹാസ് ടു ബി കീപ് ടു ഗ്രോ ദി ബിസിനസ്. അത് വെച്ചിട്ടില്ലെങ്കിൽ പ്രോബ്ലമാണ്. സോ സോഫ്റ്റ്വെയർ കമ്പനി മാത്രമാണ് ഇതിലിരുന്ന എക്സംഷൻ. അത് ആ കമ്പനിയിൽ വലുതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. ബട്ട് അതിനെ തവിർത്ത് വേറെ എല്ലാ കമ്പനിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെടും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ എല്ലാ കാശിനും ഡിവിഡൻഡാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, സിൻസ് നിങ്ങൾ ബജാജ് ആട്ടോയെക്കുറിച്ച് ചോദിക്കുന്നതുകൊണ്ട് ഞാനിത് പറയുന്നു. ഇതേ ചാനലിൽ 3 വർഷത്തിന് മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തിൽ 67,000 68,000 പേര് തന്നെ നോക്കിയായിരുന്നു അതിന്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ബജാജ് ആട്ടോനെ കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. 2,600 രൂപയായിരുന്നു. ഇന്ന് അത് 8,000 9,000 10,000 വരെ പോയായിരുന്നു. ഈ 2,500 ഞാൻ പറയുന്ന സമയത്തിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 210 രൂപ ഡിവിഡൻഡ്, അതായത് 8 to 9%. ദെൻ അത് പോലും നിങ്ങൾ കറക്റ്റ് വാല്യൂ വാങ്ങിയെങ്കിൽ ആൻഡ് ദ കമ്പനി ബിഗിൻസ് ടു ഡു വെൽ, then return on invested capital will be 8%. So നിങ്ങൾക്ക് ബോണുടെ ഫ്യൂച്ചറും ക്യാപിറ്റൽ അപ്രീസിയേഷനും രണ്ടും കിട്ടും. സോ വെൻ എ ഗുഡ് കമ്പനി ഓർ എ ഗ്രേറ്റ് കമ്പനി ഒരു ഡീപ്പ് അണ്ടർ വാല്യുവേഷൻ ഇരിക്കുന്ന സമയത്തിൽ വാങ്ങിയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിവിഡൻഡ് കിട്ടും. ഓക്കെ സർ, ഫൈൻ. നിങ്ങൾ വന്നിട്ട് ഞങ്ങളടുത്ത് സ്മോൾ ക്യാപ് സ്റ്റോക്കിനുള്ള വലിയ റിസ്ക് ഇരിക്കുന്നു, അതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ട എന്ന് പറഞ്ഞായിരുന്നു. ഇത് സാർ തന്ന അഡ്വൈസ് ആണ്. ഈ വീഡിയോ നോക്കുന്ന സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കാതെ തന്നെ സാർ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ പട്ടാസ് ലിസ്റ്റിലെ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സൗക്രാഫ്റ്റ് ഒക്കെ പഴയതല്ലേ സർ? അതായത് മുമ്പേ തന്നെ സൗക്രാഫ്റ്റ്. സാർ നിങ്ങൾ പറയുന്ന സ്മോൾ ക്യാപ്പ് വന്നിട്ട് ജെൻസോൾ പോലെ പെന്നി സ്റ്റോക്കിന് വാങ്ങി കാശ് വാങ്ങുന്നത് നോക്കുന്നത് പോലെയാണ്. ഞാൻ പറയുന്നത് 65-70 വർഷമായിട്ടിരുന്ന ഒരു കമ്പനിയാണ്. വേറെ ഐ നോ ദി പ്രൊമോട്ടർ. ഈ സ്മോൾ ക്യാപ്പിന് നിങ്ങൾ വാങ്ങരുതെന്ന് പറയുന്നത് പ്രൊമോട്ടർ ഇൻറ്റഗ്രിറ്റി നമുക്ക് അറിയാതെ ഇരിക്കും. ബാലൻസ് ഷീറ്റ് അത് തന്നെയാണ് എന്നതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇൻ കേസ് ഓഫ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ശശാദ്രി ഈ പേരിനെ തന്നെ ഞാൻ വലുതായിട്ട് പറഞ്ഞു. ഇന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചീപ്പാണ്. പ്ലസ് ഈ ബാങ്ക് ഒരുപാട് ദിവസമായിട്ട് ഇരിക്കുന്നു. ദെൻ കമ്മ്യൂണിറ്റി ബേസ്ഡ്. ഇത് കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്ക് പറഞ്ഞായിരുന്നു. ഇതിൻ്റെ പ്രൊമോട്ടറെ എനിക്കറിയാം. കർണാടക ബാങ്ക് ഇസ് എ കോഫി പ്ലാന്റേഷൻ ബാങ്ക്. ഇപ്പോഴത്തെ വിഷയം അറിയാനുള്ള സ്ഥലങ്ങളിൽ അത് പ്രൊമോട്ടർ ഈസ് നോൺ, വി ആർ ടോക്കിംഗ്. ഒരുപാട് ടാറ്റ കമ്പനിയിൽ കൂടെ സ്മോൾ ക്യാപ്പ് ഇരിക്കുന്നു. അതൊക്കെ ഈ സമയം പോലെ ടാറ്റ സ്റ്റീലിൻ്റെ ഒപ്പം മെർജായി. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വാങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ ജെൻസോൾ ഒരുപാട് പേർ വാങ്ങിയിട്ടുണ്ട്. എന്തായി? അതൊന്നും ഇല്ലാതെ ഇപ്പോൾ അതുപോലെ തന്നെ സോലയെ ഒരുപാട് പേർ വാങ്ങിയത് എന്തായി? ജെൻസോളിന്റെ അത്രയ്ക്കും പോയില്ലല്ലോ സർ. ഗോയിങ് കൺസേൺ ഇല്ലാന്ന് പറഞ്ഞ് ആലിറ്റയെ പറഞ്ഞായിരുന്നു. അങ്ങനെന്ന് പറഞ്ഞാൽ മിതറ്റിയോ ക്ലാഷ് ഫ്ലോ കാരണം സർവേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഇന്നും കാശ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ പോട്ട ഇൻവെസ്റ്റിന്റെ ഗതി എന്താ? അപ്പോ സാർ പറഞ്ഞ സ്മോൾ ക്യാപ്പിനും ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സ്മോൾ ക്യാപ്പിനും വലിയ ഡിഫറൻസ് ഇരിക്കുന്നു. അതെ, വലിയ വ്യത്യാസമുണ്ട്. നിനക്ക് പ്രൊമോട്ടർ അറിയാതെ നീ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ സാർ, ഇനിയൊരാൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വിനു കന്ന എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ 200 തങ്കമയിൽ ഷെയർസിന് വന്ന് ആവറേജ് 2,150 രൂപയിൽ വെച്ചിരിക്കുന്നു. 2,150. അതെ സർ, ആവറേജ് വന്നിട്ട് 2,150. അങ്ങനെന്ന് പറഞ്ഞാൽ അപ്പൊ ഇപ്പൊ തന്നെ വാങ്ങിയിരിക്കുന്നു. 200 ഷെയർ വാങ്ങിയിരിക്കുന്നു. റേറ്റിൽ വാങ്ങിയോണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കരുത്. 5 years നിങ്ങൾ വച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേറെ ലാഭം കിട്ടും. ഈ ചോദ്യത്തിന് എടുക്കേണ്ട മുഖ്യമായ കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ 150, 250, 350 റേഞ്ചിൽ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇത് കൺസിഡർ ചെയ്യാൻ ഒരു കാര്യം ഇരിക്കുന്നു, അതിനെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് 2,150 രൂപയിൽ. This is a problem. Why I'm saying different coffee means 2,150 into 200 എന്ന് പറഞ്ഞാൽ ടിഫൻ കോഫിയിലേ വാങ്ങിയില്ല. ഇനി 5 ലക്ഷം രൂപയെ കൊണ്ട് ഒരു ഷെയറിൽ ഇട്ടുകൊണ്ട്
അതിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ അഡ്വൈസിനെ ഫോളോയേ ചെയ്യുന്നില്ല. കൺസിഡർ ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ പെടപെടുന്നുള്ള പോയി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടിഫിൻ കോഫി ഞാൻ എത്ര വട്ടം പറഞ്ഞായിരുന്നു. സാർ അത് പറഞ്ഞായിരുന്നു, പക്ഷെ അത് നമ്മൾ മറന്നു പോകുന്നു. അത് നിങ്ങൾ മറക്കണതില്ല. നാറ്റ്കോയിലും മറന്നായിരുന്നു. ഒരാൾ 2000 ഷെയർ 1500 രൂപയ്ക്ക് വാങ്ങിയായിരുന്നു. ഇൻഡസ് സെൻറ്ററിലും ഇതുപോലെ ആയി. ക്വാളിറ്റി ഇഷ്ടംപോലെ ഇട്ടുകൊണ്ടായിക്കാൻ പോയി 10 years എന്ന് പറഞ്ഞാൽ 200 പോയെങ്കിൽ കറിയരുത്. ബട്ട് നിങ്ങൾ ഈ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിയത് ലോങ് ടേമിൽ നിങ്ങൾ വാങ്ങിയതിന് മുകളിൽ പോകാൻ നല്ല ഒരു ചാൻസ് ഇരിക്കുന്നു. അതായത് ഒരു 90% ചാൻസ് ഇരിക്കുന്നു. ഇപ്പൊ സാർ പറയുന്നതിൽ വന്നിട്ട് ഞാൻ ഒരു 10 കൊല്ലത്തിന് വച്ചിരിക്കും. അത് കാരണം സാർ പറയുന്ന ഷെയറിൽ ഒരു 200 300 എന്ന് പറഞ്ഞ് കൊണ്ട് കാശിനകത്തിടാം എന്ന ആൾക്കാരന് സാർ പറയുന്ന കാര്യം എന്താ? സാർ പറഞ്ഞതിന് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയത് സാർ അടുത്ത് പറയാം. അത് കറക്റ്റാ ഇല്ലാന്ന് സാർ പറയും. 10 കൊല്ലത്തിന് ഞാൻ അതിനെ കുറിച്ച് വിചാരിക്കത്തില്ല എന്ന് വെച്ചാൽ 2100 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു ഷെയർ 210 രൂപയ്ക്ക് പോയാലും നമ്മള് കാത്തിരിക്കണം. അതെ, ഇപ്പൊ ഏഷ്യൻ പെയിന്റ്സിന് 3300 വാങ്ങിയോണ്ട് 2000 കിലറാന്ന് പറയുന്ന സമയത്തിൽ അത് നിങ്ങൾക്ക് വേദനിക്കും. ഞാൻ ഇട്ടത് 10 വർഷത്തിന് 10 വർഷത്തിന്റെ ശേഷം അങ്ങനെയെന്ന് ഞാൻ വിചാരിച്ച് ഇട്ടുണ്ട്. 2 വർഷത്തിന്റെ അകത്തിലേ അതെയോ അത് താഴെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കാര്യവുമില്ല. അത് കറക്റ്റ് തന്നെ, അത് ഒരു കാര്യവുമില്ല. അപ്പൊ സാർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് കറക്റ്റ്. മാസം 30,000 രൂപ എനിക്ക് മന്ത്ലി ഇൻകം വരണം. അതിന് എന്റെ ഇൻവെസ്റ്റ്മെന്റിന് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് ദിവാകർ എന്ന ആള് ചോദിച്ചിട്ടുണ്ട്. വെറും ഈ ചോദ്യത്തിന് മാത്രം ഞാൻ ഉത്തരം പറയാം. 30,000 രൂപ നിനക്ക് മന്ത്ലി ഇൻകം വേണമെങ്കിൽ 8 to 10% ആവറേജ് ചെയ്ത് ഇത് തന്നെ ഇൻട്രസ്റ്റ് എങ്കിൽ പ്രിൻസിപ്പൽ എത്രയെന്ന് നോക്കി അത്രയും ബോണ്ട് വേണം. അസ്യൂം ദിസ് ഈസ് ഇഫ് 8 to 9%. ഒരു വർഷത്തിന് 2,40,000 എന്ന് പറയുന്നത് 8%. 100% എത്ര നോക്കിയാലും ഈ കാശിനെ ബോണ്ടിലിട്ടാൽ വരും. ഇന്നൊരാൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഗോകുലം നമ്പി സൂര്യമൂർത്തി കോർപ്പറേറ്റ് ബോണ്ടാ അല്ല മ്യൂച്വൽ ഫണ്ടാ, ഏത് ബെറ്റർ? കോർപ്പറേറ്റ് ബോണ്ട്സ്. കോർപ്പറേറ്റ് ബോണ്ട്സ് വന്നിട്ട് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഇരിക്കുകയല്ലേ സാർ? ഇപ്പൊ ഇരിക്കുന്ന കോർപ്പറേറ്റ് ബോണ്ട്സ് വന്നിട്ട് ഇപ്പൊ ഇരിക്കുന്ന RBI റേറ്റ്സിനൊപ്പം 300 points കൂടുതലായിട്ട് തന്നെ ഇരിക്കുന്നു. ഇത് കാരണം ഓവറായിട്ട് അത്ര ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇരിക്കത്തില്ല. മ്യൂച്വൽ ഫണ്ട്സ് വന്നിട്ട് മോർ വോളറ്റൈൽ ദാൻ കോർപ്പറേറ്റ് ബോണ്ട്.